Dear students, in the previous classes we had been discussing of fundamental rights and directive principles of state policy. Articles 12 to 35 of Indian Constitution deal with the fundamental rights. Articles 36 to 51 deal with the directive principles of state policy. We had discussed these two topics in the previous classes, and today we discuss of fundamental duties. Fundamental duties are defined as moral obligations of all citizens to help promote a spirit of patriotism and to uphold the unity of India. അപ്പോൾ 12 തുടങ്ങി 35 വരെയുള്ള ആർട്ടിക്കിളുകൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പ്രതിപാദിക്കുമ്പോൾ 36 തുടങ്ങി 51 വരെയുള്ള ആർട്ടിക്കിളുകൾ, ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ച് പരാമർശിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയത്. അപ്പോൾ ആർട്ടിക്കിൾ 51A അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പരാമർശിക്കപ്പെടുക. USSRൽ നിന്നുമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്, അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറ്റപ്പെടുക. ഒറിജിനലി 10 duties were there. After 42nd constitutional amendment in 1976, but after the 86th constitutional amendment in 2002, one more duty is added to the fundamental duties. At present, there are 11 fundamental duties. Now let us see what are these fundamental duties. നമുക്കറിയാം, every right has a corresponding duty. So, rights and duties go hand in hand. When there is a right, there is a corresponding duty. So, it shall be the duty of every citizen to promote a spirit of patriotism and to uphold the unity of India. അപ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, ഇന്ത്യയുടെ രാജ്യസ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, ഇന്ത്യയുടെ ഐക്യത്തെ ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാ പൗരന്മാരും ചില ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാലിക്കുവാൻ ബാധ്യസ്ഥമാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ളത്. ഓർക്കുക, 42-ാം ഭരണഘടനാ ഭേദഗതി 1976 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത്. അന്ന് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒന്നുകൂടി ആഡ് ചെയ്യപ്പെട്ടുകൊണ്ട് നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇന്ത്യൻ പൗരന്മാർക്കായിട്ട് ഉള്ളത്. ഒന്നാമത്തേത്, അബൈഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്റ്റ് നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആൻതം. ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും ബഹുമാനിക്കുക എന്നതാണ് ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. രണ്ടാമത്, ഫോളോ ദി ഐഡിയൽസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലെ ആ ഐഡിയൽസിനെ, ആ ആശയങ്ങളെ പിന്തുടരുക എന്നതാണ് രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. മൂന്നാമത്, പ്രൊട്ടക്റ്റ് സോവറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പരമാധികാരത്തെയും അതുപോലെ തന്നെ ആ ഇൻറ്റഗ്രിറ്റിയെയും സംരക്ഷിക്കുക എന്നതാണ് മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. നാലാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ
അപ്പോൾ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്, ആ ഒരു മനോഭാവം നമ്മളിൽ ഓരോ പൗരനിലും ഉണ്ടായിരിക്കണമെന്നാണ് 4ാമത്തെ മൗലിക കടമ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറയുക. 5, സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്സ്, ഒരു സാഹോദര്യം കാത്തു സൂക്ഷിക്കുക. പരസ്പരമായ ബഹുമാനം, പരസ്പരമായിട്ടുള്ള ഒരു സാഹോദര്യം കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. 6, പ്രിസർവ് കോമ്പോസിറ്റ് കൾച്ചർ, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ. ആ എല്ലാ സംസ്കാരങ്ങളെയും സംരക്ഷിക്കുവാൻ, ഒരു സംസ്കാരത്തിനെതിരെയും നിലപാട് സ്വീകരിക്കാതിരിക്കുക എന്നത് ഏതൊരു പൗരൻ്റെയും കടമയാണ്. 7, പ്രിസർവ് നാഷണൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുക, നദികളെ സംരക്ഷിക്കുക, വനത്തെ സംരക്ഷിക്കുക, വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ജീവജാലങ്ങളോട് സഹാനുഭൂതിയുള്ളവരായിരിക്കുക എന്നൊക്കെയാണ് പ്രിസർവ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. 8, ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഒരു സയൻറ്റിഫിക് ടെമ്പർ ഓരോ പൗരനിലും ഉണ്ടാകുക. ഒരു സ്പിരിറ്റ് ഓഫ് എൻക്വയറി, സ്പിരിറ്റ് ഓഫ് റിഫോം, ഒരു കണ്ടെത്തുവാനുള്ള, അന്വേഷിക്കുവാനുള്ള, അറിയുവാനുള്ള ആ ഒരു മനോഭാവം ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കും. പുതിയതിനെ ഉള്ളതിനെ ആക്ച്വലായിട്ട് മനസ്സിലാക്കുവാനുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ടെമ്പർ ഓരോ പൗരനിലും ഉണ്ടായിരിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക. മറ്റൊന്ന് 9ാമത്തേത് സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി, പൊതു സ്വത്ത് അത് സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്. അത് നശിപ്പിക്കാതിരിക്കുക, അത് സംരക്ഷിക്കപ്പെടുക. അതുപോലെ തന്നെ എന്തെങ്കിലും വയലൻസ് ഉണ്ടായാൽ അതിനെ എതിർക്കുക, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുക എന്നതൊക്കെ, അതിനോട് അനുഭാവം പ്രകടിപ്പിക്കാതിരിക്കുക എന്നതൊക്കെ ഒരു പൗരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. അപ്പോൾ സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി. മറ്റൊന്ന് സ്ട്രൈവ് ഫോർ എക്സലൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാനസികമായ ഒരു അവസ്ഥ ഓരോ വ്യക്തിയിലും ഉണ്ടാക്കപ്പെടുക. ഇതുവരെയായിരുന്നു 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പ്രതിപാദിച്ചിരുന്നത്. എന്നാൽ 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി ഇതോടൊപ്പം ആഡ് ചെയ്യപ്പെട്ടു. 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, അത് ഒരു പ്രത്യേകതരം ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി പാരൻസിനുള്ള ഡ്യൂട്ടിയാണ്, രക്ഷിതാക്കൾക്കുള്ള ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി ഫോർ ഓൾ പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ടു സെൻഡ് ദെയർ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years ടു സ്കൂൾ. 6 മുതൽ 14 വരെയുള്ള പ്രായപരിധിയിലുള്ള കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയക്കുക എന്നത് ഓരോ രക്ഷിതാവിൻ്റെയും ചുമതലയാണെന്ന് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇന്ത്യൻ പൗരന്മാർക്കായി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുക. നമുക്കതിലേക്ക് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പ്രതിപാദിച്ചിരിക്കുക. ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പ്രതിപാദിക്കുക. നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എടുത്തിരിക്കുന്നത് USSRൽ നിന്നുമാണ്. 42ാം ഭരണഘടനാ ഭേദഗതി 1976 വരെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇറ്റ് ഹാഡ് ബീൻ ആഡഡ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദി 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ഇൻ 1976. അതുപോലെ തന്നെ ഇറ്റ് വാസ് റെക്കമെൻഡഡ് ബൈ സൊറൻ സിംഗ് കമ്മിറ്റി. സൊറൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായതെങ്കിൽ 2002 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു ഡ്യൂട്ടി കൂടി, 11ാമതൊരു ഡ്യൂട്ടി കൂടി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി. ആ 11ാമത്തെ ഡ്യൂട്ടി രക്ഷിതാക്കൾക്കുള്ള, പാരൻസിനുള്ള ഒരു കടമയാണ്. അങ്ങനെ നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഓരോ പൗരനും തൻ്റെ രാജ്യത്തോടുള്ള രാജ്യസ്നേഹം വെളിവാക്കുവാൻ, ഇന്ത്യയുടെ യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു
അവൻ്റെ ഒബ്ലിഗേഷനാണ് എന്ന് പ്രതിപാദിക്കുന്നതിനെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുക. കാരണം നമ്മൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. സോ ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു ഒബേ ഓർ ടു ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ. അങ്ങനെ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ പൗരന്മാർക്കായി നിലവിൽ ഉണ്ട്. 10+1 11. ഒന്നാമത്തേത് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ഭരണഘടനയെയും ബഹുമാനിക്കുക. രണ്ടാമത്തേത് സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഐഡിയൽസിനെ ഫോളോ ചെയ്യുക. മൂന്നാമത്തേത് ഇന്ത്യയുടെ പരമാധികാരത്തെയും ഇൻറ്റഗ്രിറ്റിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. നാലാമത്തേത് ഡിഫെൻഡ് ആൻഡ് റെൻഡർ നാഷണൽ സർവീസസ് വെൻ കോൾഡ് അപ്പോൺ. എപ്പോഴാണോ രാജ്യത്തിന് ആവശ്യം വരിക അപ്പോൾ രാജ്യത്തിനായി സേവനം ചെയ്യുവാൻ ഓരോ പൗരനും തയ്യാറായിരിക്കുക, സന്നദ്ധനായിരിക്കുക എന്നതാണ് മറ്റൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. അതുപോലെ തന്നെ കോമൺ ബ്രദർഹുഡ്, അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുക. മറ്റൊന്ന് നമ്മുടെ കോമ്പോസിറ്റായ കൾച്ചർ. ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പല വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഇന്ത്യ. അപ്പോൾ ആ വൈവിധ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രിസേർവ് ചെയ്യുക എന്നതാണ് മറ്റൊരു മൗലികപരമായ കടമ. പ്രിസേർവ് കോമ്പോസിറ്റ് കൾച്ചർ. അതുപോലെ തന്നെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ, വൈൽഡ് ലൈഫിനെ, ഫോറസ്റ്റുകളെ, ലേക്കുകളെ, റിവേഴ്സിനെ എല്ലാം സംരക്ഷിക്കുക. അതുപോലെ കമ്പാഷൻ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ്. ജീവജാലങ്ങളോടൊരു കമ്പാഷൻ ഉണ്ടായിരിക്കണം, ഒരു സഹാനുഭൂതി ഉണ്ടായിരിക്കണം, ഒരു നല്ല മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു സയൻറ്റിഫിക് ടെമ്പർ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. മറ്റൊന്ന് പബ്ലിക് പ്രോപ്പർട്ടി, പൊതു ഉടമസ്ഥതയിലുള്ള പൊതു സ്വത്ത് സംരക്ഷിക്കുക എന്നത് ഏതൊരു പൗരൻ്റെയും കടമയാണ്. സ്ട്രൈവ് ഫോർ എക്സലൻസ്, എക്സലൻസിന് വേണ്ടി ശ്രമിക്കുക, പൂർണ്ണതയിലെത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ 11ാമത്തെ ഡ്യൂട്ടി പറയുന്നു, അത് എല്ലാ പൗരന്മാരും എന്നതിലുപരി രക്ഷിതാക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മൗലികപരമായ കടമയാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ഭാഗമായിരിക്കുന്നത്. ആ 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആഡ് ചെയ്യപ്പെട്ട ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറയുന്നു, എല്ലാ രക്ഷിതാവിൻ്റെയും കടമയാണ് 6 തുടങ്ങി 14 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനുള്ള അവകാശം, വിദ്യാഭ്യാസം നൽകുവാനുള്ളത് അവരുടെ കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. അങ്ങനെ നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഉള്ളത്.